ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ ചെടിച്ചട്ടികൾ എങ്ങനെ നിങ്ങൾക്ക് തന്നെ സ്വയം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. വളരെ കുറച്ച് മണ്ണും സിമൻറ്റും മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അച്ചായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിച്ചട്ടിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യമേ തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്ത 5 ചിരട്ട മണ്ണാണ് എടുക്കുന്നത്. അരിച്ചെടുത്ത മണ്ണാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ 5 ചിരട്ട മണ്ണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ചിരട്ട സിമൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. മണൽ എടുക്കാൻ ഉപയോഗിച്ച ചിരട്ട തന്നെയായിരിക്കണം സിമൻറ്റ് എടുക്കാനും ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. അതിനുശേഷം മണ്ണും സിമൻറ്റും കൂടി ഈ കാണുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ കിടക്കുന്ന മണ്ണെല്ലാം സിമൻറ്റുമായിട്ട് പൂർണ്ണമായി മിക്സായി എന്ന് ഉറപ്പാവുന്നത് വരെ നിങ്ങൾ ഇതുപോലെ ഇളക്കുക. വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സാക്കുന്ന ഭാഗമെല്ലാം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സിമൻറ്റും മണലും കൂടി ഈ ഒരു രീതിയിലാകുന്നത് വരെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ ചെടിച്ചട്ടിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ മീഡിയം സൈസുള്ള ഒരു സ്പൂണാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിരിക്കുന്നത്. ഈ വർക്കിൻ്റെ അവസാനം വരെയും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഒരേ ഒരു ടൂള് ഈ ഒരു സ്പൂൺ തന്നെയാണ്. ഈ കാണുന്നത് പോലെ തന്നെ സിമൻറ്റും മണലും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ കുറേശ്ശെ തളിച്ചു കൊടുത്ത് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാന്ത് തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ചാന്ത് ആയി വരേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടിയുടെ ഉൾഭാഗം മുഴുവൻ ഇതുപോലെ എണ്ണ പുരട്ടിയ തുണി കൊണ്ട് തുടച്ചെടുക്കുക. ചെടിച്ചട്ടി വളരെ പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ പുരട്ടുന്നത്. ഉൾവശം മുഴുവനായി തന്നെ എണ്ണ പുരണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് സിമൻറ്റ് ഇട്ട് ഗ്രൗട്ട് കലക്കി എടുക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഗ്രൗട്ട് പരുവമാകുന്നതുവരെ മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ ചെടിച്ചട്ടിയുടെ എണ്ണ പുരട്ടിയ ഭാഗത്ത് ഫസ്റ്റ് ലെയർ എന്ന പോലെ ഒരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ചെടിച്ചട്ടി പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് ലെവൽ കിട്ടത്തുള്ളൂ. ഗ്രൗട്ട് വെള്ളം കൂടിപ്പോയി അധികം ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ വെള്ളം കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമൻറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗ്രൗട്ട് ഇതുപോലെ ചെടിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗ്രൗട്ട് പൂർണ്ണമായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെടിച്ചട്ടി ചരിച്ചു പിടിച്ചൊന്ന് കറക്കുക. ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗ്രൗട്ട് ചെടിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് സിമൻറ്റ് പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് വിതറി കൊടുക്കുക. ഈ കാണുന്നത് പോലെ സിമൻറ്റ് പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിതറി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കൂട്ടിയെടുത്ത ചാന്ത് ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ അടിവശത്ത് കട്ടിക്ക് ഒരേ അളവിൽ ചാന്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ അളവിൽ വേണം ചാന്ത് ഇട്ട് കൊടുക്കേണ്ടത്. ചാന്ത് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഈ കാണുന്നത് പോലെ പ്രസ് ചെയ്ത് തേച്ച് ലെവൽ ചെയ്യുക. എല്ലാ വശവും ഒരേപോലെ തന്നെ ലെവൽ ചെയ്ത് എടുക്കുക.
അതിനുശേഷം ചട്ടിയുടെ സൈഡ് വശത്തും ഈ കാണുന്നത് പോലെ തന്നെ ചാന്തിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ വശത്തും ഒരേപോലെ വേണം ചാന്തിട്ട് ലെവൽ ചെയ്യാൻ. ഈ ഒരു രീതിയിൽ തന്നെ ചട്ടിയുടെ ഗ്രൗട്ട് പുരട്ടിയ മുഴുവൻ ഭാഗത്തും ചാന്ത് തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും ചാന്തിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്ടിയുടെ അഗ്രഭാഗമെല്ലാം ഈ കാണുന്നത് പോലെ മെയിനായിട്ട് ലെവൽ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. എല്ലാ വശങ്ങളും ഈ കാണുന്നത് പോലെ തന്നെ ഒരേ അളവിൽ ചാന്തിട്ട് ലെവൽ ചെയ്യുക. ചട്ടിയുടെ അറ്റവശത്തുണ്ടായിരിക്കുന്ന ഈ ഒരു കനം തന്നെയാണ് ചട്ടിയുടെ ഉൾവശത്തും വേണ്ടത്. എല്ലാ വശവും നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ തേച്ച് ലെവൽ ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ അറ്റഭാഗം കറക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി ലെവൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരു ചട്ടി ആവശ്യമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഈ കാണിക്കുന്ന പോലെ കുറച്ച് ഭാഗം താഴേക്ക് ഇറക്കി വെക്കുക. ചെറുതായി ഒന്ന് കറക്കി വേണം ഇറക്കി വെക്കേണ്ടത്. അതിനുശേഷം ഈ കാണുന്നത് പോലെ ചാന്തിട്ട് കുറേശ്ശെ ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ വശത്തും ഈ കാണുന്നത് പോലെ തന്നെ ചാന്തിട്ട് ഒരേ ലെവലായി ലെവൽ ചെയ്യുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു ചെറിയ തേപ്പ് കരണ്ടി ഉപയോഗിച്ച് ഈ കാണിക്കുന്ന പോലെ തന്നെ തേച്ച് ലെവൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുകൾ വശത്തെ ഫിനിഷിങ്ങിന് വേണ്ടി ഈ കാണിക്കുന്ന പോലെ ഗ്രൗട്ട് തേച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ വശവും കറക്റ്റായി ലെവലാക്കിയ ശേഷം നമുക്ക് മുകളിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ചട്ടി കറക്കി ഊരിയെടുക്കാവുന്നതാണ്. പയ്യെ സൂക്ഷിച്ച് വേണം കറക്കി ഊരിയെടുക്കേണ്ടത്.
പിന്നെയുള്ള ഭാഗമെല്ലാം ഈ കാണിക്കുന്ന പോലെ കുറേശ്ശെ ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഇതേപോലത്തെ ഒരു കമ്പോ മറ്റോ ഉപയോഗിച്ച് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി 24 മണിക്കൂർ ഇത് ഉണങ്ങാൻ വെക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞ് ചട്ടി കമത്തി വെച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ചട്ടിയുടെ എല്ലാ വശങ്ങളിലും ചെറുതായി ഒന്ന് തട്ടി വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചട്ടി ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് 2 ദിവസത്തേക്ക് വെള്ളത്തിൽ മുക്കി വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് സിമൻറ്റ് അടിച്ച് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.